ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അതിനുശേഷം യേശു പിന്നെയും തിബിരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒന്നിച്ചു കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ട് അവൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിന് അധികം ദൂരത്തല്ലായകയാൽ വല നിറച്ച് ഇഴച്ചുകൊണ്ട് ചെറിയ പടയിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിച്ചില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും അവർക്ക് കൊടുത്തു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്ത ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് നാം വായിച്ചത്. കർത്താവായ യേശുക്രിസ്തു കരയിൽ മാത്രമല്ല, കടലിൽ ധാരാളം അത്ഭുതങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. യേശു ഉയർത്ത ശേഷം പലർക്കും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ സ്ഥിരമായിട്ട് അവരോടുകൂടെ മുമ്പത്തെ പോലെ ആയിരുന്നില്ല. അതുകൊണ്ട് അവരിൽ പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പത്രോസ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും. അർത്ഥം ഇതാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കണം. അവര് പറഞ്ഞു, ഞങ്ങൾക്കും വിശക്കുന്നു, ഞങ്ങളും വരാം. അങ്ങനെ അവര് ഗലീലയിൽ അവരുടെ നാട്ടിലെത്തി. പഴയ പടകും വലയും എടുത്തു. അവര് മീൻ പിടിക്കാൻ പോയി. അവര് കടലിൽ ജനിച്ചവരാണെന്ന് പറയാം. കാരണം അവര് മീൻപിടുത്തക്കാരുടെ മക്കളുമാണ്. ഏതേത് സമയങ്ങളിൽ ഏതേത് കാലാവസ്ഥയിൽ ഏതേത് മീനൊക്കെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടംപോലെ മീൻ കിട്ടും. അത് അവരുടെ വിശപ്പിനും പരിഹാരമാകും. പിന്നെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് അത് മതിയായതാകും. കുറെ വിൽക്കുകയും ചെയ്യാം എന്നുള്ള നിലയിൽ അവര് മീൻ പിടിക്കാൻ ഇറങ്ങി. പത്രോസാണ് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പക്ഷെ പത്രോസാണ് പറയേണ്ടിയിരുന്നത്, കടലും കരയും ഉണ്ടാക്കിയ ദൈവമാണ് മനുഷ്യനായി തീർന്ന യേശു. യേശു എന്നെ രക്ഷിച്ച ആ 1-ാം ദിവസം ഞാൻ ഓർക്കുന്നു. ഗലീലക്കടലിൽ
ഒരു രാത്രി മുഴുവൻ ഞാൻ മീൻ പിടിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. യേശു വന്നിട്ട് പറഞ്ഞ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. അപ്പൊ 2 പടക് മുങ്ങുമാറാകുമ്പോഴും മീനാണ് എനിക്കന്ന് കിട്ടിയത്. അതുകൊണ്ട് ഞാന് മീൻ പിടിക്കാൻ പോയാൽ കടലിലെ മത്സ്യങ്ങളോട് യേശു ഒരു വാക്ക് പറഞ്ഞാൽ അതെല്ലാം മാറിപ്പോവും. കാരണം മത്സ്യങ്ങൾ യേശുവിൻ്റെ സൃഷ്ടികളാണ്, അവ യേശുവിനെ അനുസരിക്കും. മൃഗങ്ങൾ യേശുവിൻ്റെ സൃഷ്ടിയാണ്. കഴുത യേശുവിനെ അനുസരിച്ച്, അനങ്ങാത്ത കഴുതപ്പുറത്ത് യേശു സഞ്ചരിച്ച കാര്യം നമുക്കറിയാം. അതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുകയല്ലാതെ, യേശുവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഉപജീവനം ഒന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാരോട് പറയാനുള്ള ബാധ്യത പത്രോസിനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 3.5 വർഷം മുമ്പുണ്ടായ ഈ കാര്യം പത്രോസ് മറന്നു, അല്ലെങ്കിൽ ബോധപൂർവം മറന്നു. ഇതിനകത്തൊരു പാപമില്ലല്ലോ, കാരണം താൻ അറിയാവുന്ന തൊഴിൽ ചെയ്യുന്നു. അവർക്ക് മീൻപിടുത്തം വശമുള്ള ഒരു തൊഴിലാണ്, അത് ചെയ്യുന്നു. അതിലെന്താ തെറ്റ്? എത്രയോ പേരാണ് ആ കടലിൽ മീൻ പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 3.5 വർഷം മുമ്പ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് പടക് നിറച്ച് മത്സ്യം തന്നതുപോലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ ആളുകളെ ദൈവത്തിങ്കലേക്ക്, പാപവഴിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ വെളിച്ചത്തിലേക്ക്, സുബോധത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഞാൻ ഉപയോഗിക്കുമെന്നാണ് യേശു പറഞ്ഞത്. അടിയനിത എന്ന് പറഞ്ഞ് ദൈവശുശ്രൂഷയ്ക്കായി സമ്മതിച്ച ആളാണ് പത്രോസ്. ഈ 3.5 വർഷം ഒരു നേരം പോലും മുടക്കമില്ലാതെ ഭക്ഷണം യേശു നൽകി. അത് പത്രോസ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടല്ല. 3.5 വർഷം എല്ലാ ദിവസവും പത്രോസിനും ശിഷ്യന്മാർക്കും ഭക്ഷണം നൽകിയത് യേശുവാണ്. തീർച്ചയായിട്ടും ആ യേശു ഇനിയും നൽകും. കാരണം യേശു തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് യേശു പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടല്ലോ. തീർച്ചയായിട്ടും വരും, നമ്മോടൊപ്പം ഉണ്ടാകും, നമുക്ക് മാർഗനിർദ്ദേശം നൽകും, നമ്മളെ വഴി നടത്തും എന്ന് വിശ്വസിക്കേണ്ടതിന് പകരം യേശു ഇനി വരികയില്ല, നമുക്ക് നമ്മുടെ വഴി, നമുക്കറിയാവുന്ന ജോലി ചെയ്ത് നമുക്ക് ഉപജീവനം കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ അവര് യേശുവിൻ്റെ മാർഗത്തെ, സുവിശേഷ വേലയെ ഉപേക്ഷിച്ചുകൊണ്ട് അവര് കടലിലേക്ക് ഇറങ്ങിയാണ് ഉണ്ടായത്. പക്ഷേ യേശു ഗലിലക്കടപ്പുറത്തേക്ക് രാത്രിയിൽ വന്നില്ല. പക്ഷെ രാത്രിയിൽ ദൂരത്തിരുന്നു കൊണ്ട് കടലിലെ അഗാധങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്നറിയാവുന്ന സർവജ്ഞാനിയായ യേശു മത്സ്യങ്ങളോട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാര് പത്രോസും കൂട്ടരും നിങ്ങളെ പിടിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് മാറിക്കോ എന്ന് പറഞ്ഞു. 3.5 വർഷം മുമ്പ് മത്സ്യങ്ങളോട് പറഞ്ഞപ്പോൾ അവ മാറി, ഒരു രാത്രി മുഴുവൻ മാറി നിന്നു. എന്നാൽ വലയിൽ കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ വലയിൽ കയറി. ഇവിടെ അത് ആവർത്തിക്കുകയാണ്. യേശു ദൂരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ശതാധിപന്റെ അല്ലെങ്കിൽ ഹെരോദാവിന്റെ കാര്യവിചാരകന്റെ മകന്റെ കാര്യത്തിൽ യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു. മൈലുകൾക്കകലെ അവന് സൗഖ്യമുണ്ടായി. മൈലുകൾക്കകലെ ഇരുന്നു കൊണ്ട് യേശു കടലിലെ മത്സ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാറിക്കൊള്ളുക, നിങ്ങൾ പത്രോസിന്റെ വലയിൽ കയറരുത്. ആ രാത്രി ഒരു മീൻ പോലും കയറിയില്ല. പക്ഷെ വാശിക്ക് ഒരു കുറവില്ലായിരുന്നു. അടുത്ത വീശിന് കിട്ടും എന്ന് വിചാരിച്ച് പിന്നെയും പത്രോസ്
വീശിക്കൊണ്ടിരുന്നു. ഒരു ശിഷ്യനും ഇത് ദൈവത്തിന്റെ കൈയാണ്, ഇത് കർത്താവിന്റെ ഇടപെടലാണെന്ന് പറഞ്ഞില്ല. എന്നാൽ നേരം വെളുക്കാറായപ്പോൾ അജ്ഞാതനായ ഒരു മനുഷ്യൻ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ഉപജീവനത്തിനായിട്ടാണല്ലോ, ഭക്ഷണത്തിനായിട്ടാണല്ലോ, വിശപ്പ് മാറ്റാനാണല്ലോ അവര് ഈ ഉദ്യമത്തിന് തയ്യാറായത്. അതുതന്നെയാണ് ചോദ്യം. വിശപ്പ് മാറ്റാൻ വല്ലതും നിങ്ങൾക്ക് കിട്ടിയോ? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഏതോ ഒരു അപരിചിതൻ, ആരാണ് എന്താണെന്ന് ഒന്നും കേൾക്കാതെ, ശരി ആഴത്തിലേക്കെങ്കിൽ ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. വലിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല. മീനുകൾ പിടയ്ക്കുകയാണ്. അതും എല്ലാം വലിയ മീനുകളാണ്, അല്ലാതെ ചെറിയ മീനുകളല്ല. അപ്പോൾ യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ പറഞ്ഞു, ഇത് കർത്താവിന്റെ ഇടപെടലാണ്, ഇത് കർത്താവാണ്, അല്ലെങ്കിൽ കരയിൽ നിൽക്കുന്നത് കർത്താവാണ്. പത്രോസ് നഗ്നനായിരുന്നു. പെട്ടെന്ന് അങ്കി എടുത്തു ചുറ്റി കടലിൽ ചാടി നീന്തി യേശുവിന്റെ അടുക്കൽ ആ പാദത്തെങ്കിൽ വന്ന് വീണു. മറ്റേ ശിഷ്യന്മാർ 153 വലിയ മീൻ നിറഞ്ഞ ആ വല വലിച്ചു കയറ്റി പടകുമായിട്ട് അടുക്കെ വന്നു. അപ്പോൾ യേശു ഒരു തീക്കനലുണ്ടാക്കി അതില് മീൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പവും. അവരോട് വന്നു, നിങ്ങൾ പ്രാതൽ കഴിച്ചു കൊള്ളുക. അവരത് കഴിച്ചു. യേശു പത്രോസിനോട് ചോദിച്ചു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരിലധികമായി എന്നുമാകാം. കാരണം പത്രോസ് ചില ദിവസം മുമ്പ് പറഞ്ഞത്, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല, നിനക്ക് വേണ്ടി ജീവിക്കാൻ മാത്രമല്ല മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആ പത്രോസാണ് ഇപ്പോൾ കർത്താവിനെ ഉപേക്ഷിച്ച്, കർത്താവിന്റെ സുവിശേഷം ഉപേക്ഷിച്ച് അദ്ദേഹം ഉപജീവനാർത്ഥം മീൻ പിടിക്കാൻ പോയത്. അതുകൊണ്ട് കർത്താവ് ചോദിച്ചു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, കർത്താവെ നീ അറിയുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. നീ മീൻ പിടിച്ച് നടക്കേണ്ടവനല്ല. 3.5 വർഷം മുമ്പ് മീൻ പിടിച്ച് നടന്ന് നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനാക്കി, പരിശീലനം നൽകി. പക്ഷേ എന്നെ കണ്ടില്ല. ചില ദിവസങ്ങൾ, ചില സമയത്ത് എന്നെ കാണാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് എന്നെ ഉപേക്ഷിച്ചത് ശരിയായില്ലല്ലോ. അതുകൊണ്ട് നിന്നെ വിളിച്ച എന്തിന് ഞാൻ വിളിച്ചോ നീ അത് ചെയ്യുക. മനുഷ്യരെ പിടിക്കുന്നവരാക്കും, അവരെ നീ പരിശീലിപ്പിക്കണം. അങ്ങനെ എൻ്റെ ആടുകളെ നീ മേയ്ക്കണം. അതിനാണ് നിന്നെ 3.5 വർഷം മുമ്പ് ഞാൻ വിളിച്ചത്. അതുകൊണ്ട് നീ അത് ചെയ്യുക. പത്രോസിന് പുതിയ അധികാരമൊന്നും നൽകിയതല്ല. പത്രോസിന് പണ്ട് എന്തിനാണ് കർത്താവ് വിളിച്ചത് അതിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്തത്. എല്ലാ ശിഷ്യന്മാരെയും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആത്മീയ പാഠം നമുക്കിത് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവം എന്നെ മറന്നോ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചിലപ്പോൾ സംശയം വരാൻ സാധ്യതയുണ്ട്. പതറിപ്പോകരുത്. തീർച്ചയായിട്ടും കർത്താവ് അറിയാതെയല്ല. പത്രോസിന് അബദ്ധം പറ്റി. പത്രോസ് കർത്താവിനെ വിട്ടിട്ട് ഉപജീവനത്തിന് വേണ്ടി അറിയാവുന്ന തൊഴിൽ ചെയ്തു പോകാനായിട്ട്, അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ടുള്ള ആ വലിയ കാര്യം എന്താണെന്നുള്ളത് മറന്ന് മറ്റൊരു കാര്യം ചെയ്യാൻ പോയി. അത് തെറ്റായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഉറച്ചു നിൽക്കണം. ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാനായിട്ട് പാടില്ല. എൻ്റെ കർത്താവ് അറിഞ്ഞാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാരമില്ല, ഞാൻ കർത്താവ് എന്നെ വിളിച്ച വിളിയിൽ, ആ ഉദ്ദേശത്തിൽ, ആ ലക്ഷ്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ യഥാസ്ഥാനപ്പെടുത്തി, പണ്ടത്തേതിലും പ്രയോജനപ്പെടുത്തി, അതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് വല്ല വീഴ്ചയോ താഴ്ചയോ
സംശയമോ ഒക്കെ ഉണ്ടായാൽ സാരയില്ല. കർത്താവ് നമ്മളെ ചികിത്സിക്കും, കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, കർത്താവ് നമ്മളെ പ്രയോജനപ്പെടുത്തും. ഈ നല്ല കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ, സേവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.